പിണറായി മന്ത്രിസഭയിൽ ഏറ്റവും എഫിഷ്യന്റ് ആയ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആദ്യത്തെ പേരുകാരൻ ഒരുപക്ഷേ വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടിയായിരിക്കും. ഇന്നും കൈയടിക്കേണ്ട ഒരു പ്രഖ്യാപനം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ്. അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള സ്കൂൾ പാഠപുസ്തകങ്ങൾ ഫെബ്രുവരി 13 മുതൽ വിതരണം ചെയ്യും. വേണ്ടി വന്നാൽ ഓണപരീക്ഷ ക്രിസ്മസിന് നടത്തുമെന്ന് റബ്ബ് പ്രഖ്യാപിച്ചു. മാനത്ത് പിറ നോക്കി പെരുന്നാൾ പ്രഖ്യാപിക്കുന്ന പോലെ ഇനി മുതൽ ഓണവും ക്രിസ്മസും പാഠപുസ്തകം വരുന്നത് നോക്കി പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ദ്രോണാചാര്യരും സോക്രട്ടീസും ഒക്കെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാണോ കുട്ടികളെ പഠിപ്പിച്ചിരുന്നത് എന്നും അദ്ദേഹം UDF യോഗത്തിൽ ചോദിച്ചു. കുരയ്ക്കുന്ന പട്ടിക്ക് തലയെന്തിനാ എന്ന് ചോദിക്കുന്ന പോലെ പഠിക്കുന്ന കുട്ടിക്ക് പുസ്തകം എന്തിനാ എന്നാണ് മന്ത്രിസഭയിൽ ചിലർ ചോദിച്ചത്. എന്താണ് ഈ പാഠപുസ്തകം എന്ന് ചോദിച്ച മന്ത്രിമാരുടെ സംശയം തീർക്കാൻ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. സംസ്ഥാനത്തെ 2ാം ഘട്ട പാഠപുസ്തക വിതരണവും പാതി വഴിയിൽ. വിതരണം പൂർത്തിയായെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അവകാശപ്പെടുമ്പോൾ പല സ്കൂളുകളിലും 1ാം ഘട്ട പുസ്തകങ്ങൾ പോലും ഇതുവരെയും കിട്ടിയിട്ടില്ല. ഈ കൂട്ടത്തിൽ 2ാം ഘട്ട പാഠപുസ്തകം കിട്ടാത്തവര് ഒന്ന് കൈപ്പൊക്കിയേ. ഇതിൽ 1ാം ഘട്ടം കിട്ടിയോ എല്ലാവർക്കും? ഫസ്റ്റ് ടൈം BS കിട്ടിയില്ല, സെക്കൻഡ് ടൈം BS കിട്ടിയില്ല. കിട്ടാത്തവര് ബാക്കിയുള്ളവരൊന്ന് ടെക്സ്റ്റ് കിട്ടിയവരൊന്ന് ടെക്സ്റ്റ് വാങ്ങിയിട്ട് ബാക്കിയുള്ളവർ എല്ലാ പാഠവും ഫോട്ടോ കോപ്പി എടുക്കാൻ സാർ പറയണം. ഈ അധ്യയന വർഷം തീരാൻ ഇനി കേവലം 3 മാസം മാത്രം ബാക്കി. പൊതുവിദ്യാലയങ്ങളിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഇതുവരെയും പാഠപുസ്തകങ്ങൾ ലഭിച്ചിട്ടില്ല. ബുക്ക് കിട്ടാഞ്ഞപ്പോ വിഷമം ഉണ്ടായിരുന്നോ? ബാക്കിയുള്ള കൂട്ടുകാർക്കൊക്കെ പുസ്തകം കിട്ടിയായിരുന്നോ? ആർക്കും കിട്ടിയില്ലേ? മക്കളുടെ പഠനം മുടങ്ങാതിരിക്കാൻ രക്ഷിതാക്കൾ തന്നെ സൈറ്റുകളിൽ നിന്നും പേജുകൾ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റഡ് കോപ്പി എടുത്ത് പുസ്തകങ്ങൾ തയ്യാറാക്കുകയായിരുന്നു. ഇവിടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയിലേക്ക്. ഓണപരീക്ഷയ്ക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാന സിലബസിലുള്ള അൺഎയ്ഡഡ് സ്കൂളുകളിൽ പാഠപുസ്തകങ്ങൾ എത്തിയില്ല. ഓണപരീക്ഷയ്ക്ക് ഇനി ഒരാഴ്ച മാത്രം. പക്ഷെ പുസ്തകമില്ലാതെ എങ്ങനെയാണ് പഠിക്കുന്നതെന്നാണ് കുട്ടികൾ ചോദിക്കുന്നത്. ഒരു മാസം കൈമ കിട്ടിയിട്ടൊന്നുമില്ല. അതായത് ഈ വർഷത്തെ പരീക്ഷ നടന്നിട്ടില്ല, സ്കൂൾ അടച്ചിട്ടില്ല, അവധി തുടങ്ങിയിട്ടില്ല. പക്ഷേ അടുത്ത വർഷത്തേക്കുള്ള പുസ്തകങ്ങൾ തയ്യാറാണ്. മറ്റന്നാൾ മുതൽ വിതരണം തുടങ്ങും. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ 2026-27 അധ്യയന വർഷത്തിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിലേക്കായി 3.5 കോടി പാഠപുസ്തകങ്ങൾ 1ാം വാല്യത്തിൽ ഇൻഡന്റ് ചെയ്തിട്ടുണ്ട്. 2ാം വാല്യത്തിൽ 1,90,00,000 പാഠപുസ്തകങ്ങൾ ഇൻഡന്റ് ചെയ്തിട്ടുണ്ട്. 26 അധ്യയന വർഷം 1ാം വാല്യത്തിൽ 3,80,00,000 പാഠപുസ്തകങ്ങൾ, 2ാം വാല്യത്തിൽ 2,16,00,000 പാഠപുസ്തകങ്ങളാണ് ഇൻഡന്റ് ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 2ാം വാരത്തിൽ തന്നെ വിതരണം ആരംഭിച്ച് മെയ് അവസാന വാരത്തോടുകൂടി തന്നെ എല്ലാ പുസ്തകങ്ങളും സ്കൂളുകളിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ ആണ് നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യും. മധ്യവേനൽ അവധിക്ക് വീട്ടിലേക്ക് കുട്ടികൾ പോകും മുൻപ് അവരുടെ കയ്യിൽ അടുത്ത വർഷം പഠിക്കാനുള്ള പുസ്തകം റെഡിയാണ്. ഇനി നമുക്ക് കുറച്ചൽപ്പം പിറകോട്ട് പോകാം. ഓണപരീക്ഷ ഓണം കഴിഞ്ഞോ അതിനു മുൻപാണോ നടത്തേണ്ടത്? വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയാത്തൊരു കാലമുണ്ടായിരുന്നു കേരളത്തിൽ. ഓണത്തിന് ശേഷം നടത്തുന്ന പരീക്ഷ എങ്ങനെയാണ് സാർ ഓണപരീക്ഷയാകുന്നത്? നിങ്ങളുടെയൊക്കെ കാലത്ത് ഇതും ഇതിനപ്പുറവും നടക്കും. എന്നാലും എന്റെ റബ്ബേ സമ്മതിച്ചിരിക്കുന്നു. ഓണപരീക്ഷ കഴിഞ്ഞാലും പാഠപുസ്തകം കിട്ടാത്ത ഒരു കാലവും ഉണ്ടായിരുന്നു കേരളത്തിൽ. അത് വീഴ്ചയാണോ എന്ന് ചോദിച്ചാൽ അതൊരു കുറവാണ്.